അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നതെന്ന് അറിയണമെങ്കിൽ തന്നെ അവൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി പായസമാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ബ്രൗൺ കളർ അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വൈറ്റ് അല്ല. ഈ അവലാവുമ്പോൾ നല്ലൊരു പിങ്കിഷ്, ഇനി പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പിങ്ക് കളറാവും, പാലടയുടെ ഒക്കെ കളർ വരും. അത് ശർക്കര ചേർത്തിട്ടാണെങ്കിലും നല്ലൊരു ഇതിൽ കിട്ടും. പിന്നെ ടേസ്റ്റ് കൂടുതൽ എനിക്ക് ഈ അവൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. അത് വറുത്തതിന് ശേഷം 2ാം പാൽ 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്ന് തിളച്ച് കുറുകി വറ്റി വരുമ്പോഴത്തേക്കും അവൽ നന്നായി വെന്ത് കിട്ടും. നമ്മൾ ശരിക്കും പായസം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവലാണെന്ന് മനസ്സിലാവേ ഇല്ല, അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കണ്ടാൽ മനസ്സിലാവേ ഇല്ല നമ്മളിത് അവൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. കുറുക്കി പാലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അവൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ വേവുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെയായിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി അവലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, അപ്പോൾ ഞാൻ ഉരുക്കി വെച്ച ശർക്കരയാണ്, അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കുറച്ച് ചേർത്തിട്ട് മധുരം നോക്കിയിട്ട് കുറച്ചും കൂടി മധുരമാവാൻ തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് നല്ല മധുരം ഇഷ്ടമുണ്ടാകും, ചിലർക്ക് മധുരം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊഴിച്ചിട്ട് ഈ ശർക്കര നീര് നമ്മൾ ഈ അവലിൽ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമ്മൾ ഈ ശർക്കര നീരിൽ ഇട്ടിട്ടൊന്ന് അവൽ വറ്റിച്ചെടുക്കണം. ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, അധികം വേണ്ട, ഒരു നുള്ള് ഉപ്പ് മതി. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മധുരമല്ലേ, അപ്പോൾ ഒരു ഉപ്പും കൂടി ആകുമ്പോൾ അത് മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ശർക്കര നീര് ഇതിലൊന്ന് ഇട്ടിട്ട് ഈ അവലൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. അവലിൽ ഈ ശർക്കര നീരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് 1ാം പാൽ, കട്ടിയുള്ള 1ാം പാലാണ് ഒഴിക്കുന്നത്. നല്ല തിക്കിലുള്ള പാല് വേണം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പിങ്ക് പാലട പായസമില്ലേ അതേപോലെ തന്നെ ഇരിക്കും. ശരിക്കും നല്ല ഈ അവലിനൊരു പിങ്ക് കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് ഒഴിച്ചിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പിങ്ക് കളർ, നമുക്ക് ക്യാമറയിൽ മനസ്സിലാവാത്തതാണ്, നല്ലൊരു പിങ്ക് കളറായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ തേങ്ങാക്കൊത്തിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കി തേങ്ങാക്കൊത്തില്ലേ, അതൊന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തൊന്ന് കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം കാഷ്യൂനട്ട് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ചേർക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് രണ്ടും കൂടി ഒന്ന് കളർ മാറ്റിയെടുക്കാം, ബ്രൗൺ കളർ. അപ്പം മുന്തിരി ചേർക്കേണ്ടവർക്ക് ഇത് കോരി മാറ്റിയതിന് ശേഷം മുന്തിരിയും കൂടി ചേർത്ത് എടുക്കാം കേട്ടോ. ഞാനിത് രണ്ടും മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. മുന്തിരിയും കൂടി ചേർക്കേണ്ടവർക്ക് മുന്തിരി ചേർക്കാം. ഞാൻ എന്നിട്ട് ഇതിലേക്ക് ഇതിപ്പോൾ ഇത്തിരി നല്ല ചൂടാറി വരുമ്പോഴത്തേക്കും തന്നെ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ തിക്ക് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ഈ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം. അതല്ല ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മധുരത്തിന് വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ ഗോതമ്പ് വേവിച്ചെടുക്കുന്ന ഒരു സമയമൊന്നും ഇതിന് ആവശ്യമില്ല. വളരെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ അവൽ പായസം ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്